ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബേസിക് സ്റ്റിച്ചുകൾ പഠിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ജോയിൻറ്റ് സ്റ്റിച്ചുകൾ പഠിക്കാം. രണ്ട് ക്ലോത്തുകൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ചെയ്യുന്ന സ്റ്റിച്ചുകളാണ് ജോയിൻറ്റ് സ്റ്റിച്ചുകൾ. അപ്പോൾ നമുക്ക് അത് ഏതെല്ലാം നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ രണ്ട് ക്ലോത്തിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ രണ്ട് പീസുകൾ അത് യോജിപ്പിച്ച് ഇങ്ങനെ വെച്ചു. കണ്ടോ, കറക്റ്റാക്കിയിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റിച്ചിനെ പറയുന്ന പേരാണ് പ്ലെയിൻ സ്റ്റിച്ച്. കണ്ടോ, രണ്ട് തുണികൾ യോജിപ്പിച്ചുകൊണ്ട് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതാണ് പ്ലെയിൻ സ്റ്റിച്ച്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് പോവാം. ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ മടക്കി ഇതിൻ്റെ അരികിലൂടെ അരികു വശത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ചവിട്ടി പൊന്തിച്ച് സൂചി അരികിലൂടെ കുത്തി നിർത്താം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കുത്തി നിർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, അരികിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ഫോൾഡ് സ്റ്റിച്ച്. ഒരു പ്ലെയിൻ തുണി വെറുതെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഫോൾഡ് സ്റ്റിച്ച്. ഇത് മനസ്സിലായല്ലോ? ഇതുപോലെ ഇരിക്കും സ്റ്റിച്ച് ചെയ്താൽ. ഞാൻ വേറൊരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരു മടക്കാണ് മടക്കിയത്. ഇത് രണ്ട് മടക്ക് മടക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അരികിലൂടെ അരികു വശത്ത് കറക്റ്റായിട്ട് സൂചി ഇങ്ങനെ നമ്മുടെ ചവിട്ടി പൊന്തിച്ച് കുത്തി നിർത്തി അടിക്കുക. അപ്പോൾ എല്ലാവരും കോട്ടൺ തുണി ഉപയോഗിക്കുക. പഴയ ഷോളോ മുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കഞ്ഞിമുക്കി അയൺ ചെയ്ത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരും. ഈ സ്റ്റിച്ചാണ് ഡബിൾ ഫോൾഡ് സ്റ്റിച്ച്. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. പിന്നെ ഞാനിവിടെ വീണ്ടും രണ്ട് പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് സ്ഥലം വിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നേരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നിവർത്താം. കണ്ടോ, അത് നിവർത്തി. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മുടെ വലതുവശത്തേക്ക് ആക്കി വെച്ചിട്ട് നഖം കൊണ്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മുടെ വലതു ഭാഗത്തേക്ക് വരണം. എന്നിട്ട് ഇതിൻ്റെ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ സ്റ്റിച്ചാണിത്. ഇതിനെ ടോപ്പ് സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ടോപ്പ് സ്റ്റിച്ച്. കണ്ടോ, ഇപ്പുറം നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ വീണ്ടും രണ്ട് പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല ഭാഗം ചീത്ത ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും അതുപോലെ തന്നെ കുറച്ച് സ്പേസ് വിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക.
നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം അകത്തേക്ക് ആക്കുക, ഉള്ളിലേക്കാക്കി വീണ്ടും ഒന്ന് മടക്കുക. കണ്ടോ, അതെ. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഉൾഭാഗത്തേക്ക് വന്നു. അത് മടക്കുക. അത് മടക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ഫ്രഞ്ച് സ്റ്റിച്ച്. ഇത് സാധാരണ നമ്മുടെ ജീൻസൊക്കെ അടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണിത്. കണ്ടോ, ഇതുപോലെ ഇരിക്കും. നല്ല ഭാഗം ഈ ഭാഗത്താണ് വരിക. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫ്രഞ്ച് സ്റ്റിച്ച്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. കണ്ടോ, രണ്ട് പുറം നോക്കാം. അപ്പോൾ ഞാനിവിടെ വീണ്ടും 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിതാ ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ട്, കണ്ടോ, ഇത്രയും ഗ്യാപ്പ് വിട്ട് അടുത്ത പീസ് വയ്ക്കുക. അടുത്ത പീസ് വെച്ച് വീണ്ടും കുറച്ച് ഗ്യാപ്പിൽ, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ഫ്ലാറ്റ് ഫെൽറ്റ് സ്റ്റിച്ച്. എന്നിട്ട് നമ്മൾ ആ വിട്ട ഭാഗം ഇതുപോലെ മടക്കി, കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മടക്കി അതിൻ്റെ അരികിലൂടെ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും നമ്മുടെ ജീൻസിൻ്റെ സ്റ്റിച്ചിങ്ങിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സ്റ്റിച്ച്. അതിലാണ് മെയിനായിട്ടിത് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫ്ലാറ്റ് ഫെൽറ്റ് സ്റ്റിച്ച്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ അടുത്തത് നമ്മൾ 2 പീസ് ക്ലോത്ത് കൂടെ എടുത്തിട്ടുണ്ട്. ഒരുമിച്ച് വെച്ചു. ഇത്രയും ഗ്യാപ്പിൽ 1/2 ഇഞ്ച്. ഞാൻ ശരിക്കും ഇവിടെ മെഷർമെൻറ്റ് പറയാത്തത് നിങ്ങൾക്ക് ടൈപ്പിൽ ആ മെഷർമെൻറ്റ് ഒന്നും പറഞ്ഞു തരാത്ത കാരണമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ടൈപ്പിലത്തെ മെഷർമെൻറ്റ് പറഞ്ഞു തരാം. ഇതുപോലെ ഇത്ര ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് അത് ആ 2 പീസ് ഇങ്ങനെ നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ച് വീണ്ടും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നിവർത്താം. അത് ഇതുപോലെ മടക്കി അതിൻ്റെ അരികിലൂടെ പതിച്ചടിക്കുക എന്നൊക്കെ പറയും, അരികിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് ഡബിൾ ടോപ്പ് സ്റ്റിച്ച്. ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം. അതിൻ്റെ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതാണ് ഡബിൾ ടോപ്പ് സ്റ്റിച്ച്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ഇത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം. എന്നാലും നമ്മുടെ സ്റ്റിച്ചൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി അടുത്തതായിട്ട് ഇവിടെ ഞാൻ ഇങ്ങനത്തെ 2 പീസ് ക്ലോത്ത് എടുക്കുന്നുണ്ട്. അത് 2ആയിട്ട് ഇതുപോലെ മടക്കി, ഒരു പീസ് ഇങ്ങനെ മടക്കി വെച്ചു. അടുത്ത പീസും അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ മടക്കി വെച്ചു. ഇനി ടേപ്പ് എടുത്ത് നിങ്ങളൊരു ഉദ്ദേശം വെച്ച് വരച്ചാൽ മതി. ഞാനിവിടെ ജസ്റ്റ് ടേപ്പ് വെച്ച് കാണിക്കണമെന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു 3 ഒക്കെ എടുത്ത് പഠിക്കാം. ഞാനിവിടെ 4 മാർക്ക് ചെയ്യുന്നുണ്ട്.
ടേപ്പ് ഇങ്ങനെ വെച്ചിട്ടാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇത് മാർക്ക് ചെയ്തു. ഇതുപോലെ നിങ്ങൾ അടയാളപ്പെടുത്തിയ ശേഷം സ്കെയിൽ വെച്ചിട്ട് സ്ക്വയറായിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതിൻ്റെ കോർണറിൽ നിന്ന് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം ഇവിടെ വെച്ച് പോലൊരു ഹാഫ് റൗണ്ട് വരച്ചു കൊടുക്കുക. നിങ്ങൾ ഹാഫ് റൗണ്ട് മാത്രം വരച്ചാൽ മതിയാവും. എൻ്റെ മേലെ കൂടെ ഒരു റൗണ്ടും കൂടി വരയ്ക്കുന്നുണ്ട്. ആ റൗണ്ടിൽ കൂടി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് എടുത്ത ശേഷം നമുക്കത് അതിങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അങ്ങനെ ഷേപ്പുള്ള 2 പീസുകൾ കിട്ടും. അതിവിടെ ചേർത്ത് വയ്ക്കുക. അതിങ്ങനെ ചേർത്ത് വെച്ച് വീണ്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഷേപ്പ് നമ്മൾക്ക് കിട്ടിയ ഷേപ്പ് ഒരു ഷേപ്പിൽ ഇങ്ങനെ തന്നെ ഒരു ചോക്ക് ഉപയോഗിച്ച് കുറച്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തെടുത്ത ശേഷം നമ്മൾ വരച്ച ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ റൗണ്ട് സ്റ്റിച്ചൊക്കെ പഠിച്ച കാരണം കൊണ്ട് ഇത് ഈസി ആയിരിക്കും. ഇതുപോലെ തിരിച്ച് അത് ഫുള്ളും നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനെ ഹെയർ ലൈൻ സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്ലൗസിൻ്റെയും ചുരിദാറിൻ്റെയൊക്കെ നെക്ക് അടിക്കാനായിട്ടാണ് ഈ സ്റ്റിച്ച് വേണ്ടി വരുന്നത്. ഞാനിവിടെ കട്ട് ചെയ്തു, നൂല് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്യാപ്പിട്ട ഭാഗത്ത് ഈ ഭാഗത്ത് ചെറുതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് കട്ടാവാതെ ചെറിയ ഗ്യാപ്പിട്ട് അത്രയും ഗ്യാപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇതുപോലെ നമ്മളുടെ നൂല് കട്ടാവരുത്. അതിന് മുന്നേ നമ്മൾ സിസർ അവിടെ നിന്ന് എടുക്കണം. അത് കഴിഞ്ഞ് അങ്ങനെ പിടിച്ച് മറച്ച് ഉള്ളിൽ കൂടി എടുത്ത് നമ്മൾ ആ കർവ് വരുന്ന ഭാഗങ്ങളൊക്കെ കൈകൊണ്ട് നല്ല ഷേപ്പാക്കി നല്ല ഭംഗിയിൽ ആക്കിയെടുക്കുക. കണ്ടോ? അപ്പോൾ ഇതുപോലെ വരും. കണ്ടോ? കറക്റ്റ് ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടും. കഴിഞ്ഞ് ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ? ഇതാണ് ഹെയർ ലൈൻ സ്റ്റിച്ച്. കർവ് വരുമ്പോൾ സ്പീഡൊക്കെ കുറയ്ക്കുക. ഇതുപോലെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും സ്റ്റിച്ചുകൾ നമ്മൾ പെർഫെക്റ്റായിട്ട് അടിച്ചടിച്ച് പഠിച്ചാൽ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല ഭംഗിയിൽ വരും. ഇതെല്ലാവരും സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. ഒരു തവണയല്ല പല തവണ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.